അതെ, സൗമ്യമുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ? ആ ബ്രോക്കർ ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നു. അവളുടെ ആ കല്യാണത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിരുന്നു. അതെങ്ങനെ? റിച്ച് വാലി ക്രൂസിൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതാണ്. ആഹാ, ഞാൻ മനസ്സിൽ കണ്ട് നിങ്ങൾ മാനത്ത് കണ്ടു അല്ലേ? ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഞങ്ങളുണ്ട്. ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം. റിച്ച് വാലി ക്രൂസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പേർഷ്യൻ ടവേഴ്സ്, ഒളിയോരം, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 0487 20 80856. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാനം പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചെങ്കിലും കേന്ദ്ര സർക്കാർ അതൊന്നും അംഗീകരിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെങ്ങനെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാകും? ഈ വസ്തുത മറച്ചുവെച്ചാണ് സംസ്ഥാന സർക്കാരിനുമേൽ കേന്ദ്രം അകാരണമായി കുറ്റം ആരോപിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപകടകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടിക്രമങ്ങൾ അതിസങ്കീർണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമത്തിലെ വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്നതാണ് ആവശ്യം. എന്നാൽ കേന്ദ്രം അതിന് തയ്യാറാകുന്നില്ല. പിന്നെ എങ്ങനെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഈ വസ്തുത മറച്ചുവെച്ചാണ് സംസ്ഥാന സർക്കാരിന് മേൽ കേന്ദ്രം അകാരണമായി കുറ്റം ആരോപിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. വസ്തുത കാണാതെയാണ് ചിലർ സംസ്ഥാനം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്. കൺമുന്നിലെ യാഥാർത്ഥ്യങ്ങൾ കാണാതെ വക്രീകരിച്ച് അവതരിപ്പിക്കുകയാണ് അവരെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദമാക്കി. 45 ദിവസം കൊണ്ട് 3 ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓരോ ഘട്ടത്തിനും 15 ദിവസമാണ് കാലാവധി. തദ്ദേശ തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിക്കാനും പദ്ധതിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾക്ക് അവിടെ തന്നെ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വിശദമാക്കി. ജില്ലാതല പ്രശ്നങ്ങളാണ് 2ാം ഘട്ടത്തിൽ പരിശോധിക്കുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന തലത്തിൽ പരിശോധിക്കുക കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ. സംസ്ഥാന തലത്തിൽ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ കേന്ദ്രത്തിന്റെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരും. ഓരോ ഘട്ടത്തിലും സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.